ഹായ് മക്കൾ, അങ്ങനെ JEE മെയിൻസിൻ്റെ ഫസ്റ്റ് ഫേസ് ജനുവരി അവസാനം നടക്കുകയാണെന്നുള്ള ടൈം ടേബിളൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അത് കിട്ടണം, പക്ഷേ ക്രാഷിന് ജോയിൻ ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ ഡൗട്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരല്ലേ മക്കളെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുക ഈ ഡൗട്ട് അടിച്ചിരിക്കുന്ന സമയമായിരിക്കും. കിട്ടുകയാണെങ്കിൽ ചേരാ, കിട്ടിയില്ലെങ്കിൽ വെറുതെ പൈസ പോലെ. എടാ, ഇതൊന്നും എന്തല്ല ഇവിടെ അൾട്ടിമേറ്റ്ലി ബാധിക്കുന്ന വിഷയമല്ല. ബാധിക്കുന്ന വിഷയം വെദർ യു ട്രൈഡ് ഫോർ ഇറ്റ് ഓർ നോട്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ JEE ഫേസ് 1 ട്രൈ ചെയ്തിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ഫേസ് 2 റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്രാഷ് എന്താണ്, ഈ ക്രാഷിന് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. സോ അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് JEE മെയിൻസ് ക്രാഷ് പ്രോഗ്രാമായിട്ട് എജ്യൂപോർട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഈ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഈ ബാച്ച് എന്ന് പറയുന്നത് +2 കുട്ടികൾക്കോ അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിനോ സെപ്പറേറ്റ് അല്ല, രണ്ടാൾക്കാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ടൈം ടേബിൾ നിങ്ങൾക്ക് തരും. അതായത് ജനുവരി 10 കൂടി നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും ഞങ്ങൾ പഠിപ്പിച്ച് തീർത്തിട്ട് അടുത്ത ഒരു 14 ദിവസം എന്താണ് ഒരു ഇൻട്രിൻസിക് റിവിഷൻ പ്രോഗ്രാം നമ്മൾ നടത്തും. അതും കീ ടോപ്പിക്സുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്. പിന്നെ നമ്മൾ ഈ ചാപ്റ്റർ, അപ്പോൾ സാർ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും ചാപ്റ്റർ തീരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ചാപ്റ്റേഴ്സിനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ചില പാഠങ്ങൾ സ്ഥിരമായിട്ട് എന്താ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, അവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ മോഡേൺ ഫിസിക്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലാഭമുള്ള ചാപ്റ്ററാണ്. അതായത് കുറച്ച് സമയം പഠിച്ചാലും കൂടുതൽ സമയം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും, അല്ലെ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഹൈ ഈൽഡ് ചാപ്റ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നമ്മളെ ഡെയിലി ഷെഡ്യൂളിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വീക്ക്ലി എക്സാമുകളും നമ്മൾ തരും. ആ എക്സാം ബേസ് ചെയ്തിട്ട് ഓരോ ചാപ്റ്റേഴ്സിലും ഓരോ ടോപ്പിക്സിലും നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, റൈറ്റ്. ആൻഡ് നിങ്ങൾ ഒരു ദിവസത്തെ ഷെഡ്യൂൾ എങ്ങനെയാണ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്താലുണ്ടാവുക, രാവിലെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും 1 ഷോർട്ട് വീഡിയോ ഉണ്ടാവും, റെക്കോർഡഡ് വീഡിയോസ് ആയിരിക്കും. ആൻഡ് നിങ്ങൾ +2 കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോയി വന്നതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതേ സ്ഥാനത്ത് നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിന് പഠിക്കുന്നുണ്ട്, ആ സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ റിപ്പീറ്റേഴ്സിൻ്റെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്നുണ്ട് ചെയ്യാം. വൈകുന്നേരം നിങ്ങൾ വന്നിട്ട് ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. ആൻഡ് രാത്രി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവായിട്ടും ചെയ്തുതരും. ആ എന്ത് ചാപ്റ്ററാണോ അന്ന് രാവിലെ നിങ്ങൾ പഠിച്ചത്, അതേപോലെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് ഞങ്ങൾ പറഞ്ഞുതരും. ഇനിയിപ്പോൾ റിപ്പീറ്റേഴ്സ് ആണ്, ഇനി മുഴുവൻ ഫോക്കസും ഈ ക്രാഷ് ബാച്ചിലാണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ, രാവിലത്തെ 1 ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരെയുള്ള സമയം മുഴുവൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ എന്താണ് ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾ ഇത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇതിൽ ഹൗ ടു സ്റ്റഡി ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. എൻ്റെ എഴുത്ത് വരുന്നില്ല. ഹൗ ടു സ്റ്റഡിയിൽ വളരെ സിമ്പിളാണ്. ഇന്നത്തെ ഷെഡ്യൂൾ നോക്കാം. ചാപ്റ്റർ നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്ന ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ വീഡിയോ കാണാതെ അതിൻ്റെ PPT മാത്രം നോക്കിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചെയ്തതെന്നുള്ള ലെവലിൽ ആ PPT നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ സാറേ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ഡെയിലി വീഡിയോ? അങ്ങനെയല്ലടാ, നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ ഷെഡ്യൂൾ എസ്പെഷ്യലി +2 കുട്ടികൾക്ക് ചില ദിവസമൊക്കെ ലാഗൊക്കെ വരാം. അപ്പോൾ ആ ലാഗ് അല്ലെ ആ പെൻഡിങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇങ്ങനെ അറിയുന്ന ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്തുകൊണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റെപ്പാണ്. ഇനിയിപ്പോൾ അറിയാത്ത ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ് വീഡിയോ കാണാം, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതാണ്. ഇതാണ് ഹൗ ടു സ്റ്റഡിയിൽ എനിക്ക് പറയാനുള്ളത്. ഒന്നുകിൽ അറിയുന്ന ചാപ്റ്റർ ആണെങ്കിൽ സ്കിപ്പ് ദ വീഡിയോ, ഗോ ടു ദ PPT, ദെൻ ഡു ദ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. ഇനി അറിയാത്ത ചാപ്റ്റർ ആണെങ്കിൽ വീഡിയോ കാണുക എന്നുള്ളതാണ്. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഫാക്കൽറ്റി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ, ഫിസിക്സിന് IIT-കാരും അതേപോലെ തന്നെ NIT-കാരൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഷിനാസ് സാറ് 1000 എങ്ങാനായിരുന്നു മൂപ്പരുടെ JEE അഡ്വാൻസ്ഡ് മാർക്ക്. IIT മദ്രാസിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഷിനാസ് സാറുടെ നേതൃത്വത്തിലായിരിക്കും നമ്മുടെ ഫിസിക്സ് ടീം ഉണ്ടാവുക. അതേപോലെ തന്നെ കെമിസ്ട്രി നിങ്ങൾക്ക് ഇവരെ പലരെയും പരിചയമുള്ളതാണ്. റിഷാദ് സാറും ഷെഫിനും മുഹമ്മദ് സാറുമായിരിക്കും നിങ്ങൾക്ക് കെമിസ്ട്രി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. മാത്സിൽ നിഷാദ് IIT മദ്രാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. കൃഷ്ണ സാറാണ് കേരളത്തിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് മാത്സ്
ടീച്ചർ ഫോർ JEE മെയിൻസ് ആൻഡ് JEE അഡ്വാൻസ്, അതേപോലെ തന്നെ ഷിബ്ലി സാറും അനീസ് സാറും ഉണ്ടാവും. ആൻഡ് ഈ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 5999 ആണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 9207998855 എന്ന നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ താഴെ കാണുന്ന ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. കൂടുതൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഫോം ഫില്ല് ചെയ്യാം, ഞങ്ങളുടെ ടീം നിങ്ങളെ വിളിച്ച് കാര്യം ക്ലിയർ ചെയ്യാം. എൻ്റെ അവസാനമായിട്ട് എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ, എന്താ പറയുക, ഡ്രീം ബിഗ്. അതായത് നിങ്ങളെ പല ഡ്രീമും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് തോന്നും. എനിക്കൊക്കെ പല പോയിന്റിലും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സാരമില്ല, ഞാൻ എന്ത് ചെയ്യും, അത് ഡ്രീം ചെയ്യും, മാക്സിമം ട്രൈ ചെയ്യും എന്ന് ഞാനൊക്കെ കരുതിയപ്പോഴാണ് ഞാൻ ഇപ്പോൾ എവിടെയാണുള്ളത് അവിടത്തേക്ക് എത്തിയത്. സോ നിങ്ങൾക്കും അതേപോലെ തന്നെയാവും. ഈ കോട്ട് ഒന്നും കൂടെ വായിക്കാം. ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കോ, താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യാം. ബൈ.